നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെള്ളിയാഴ്ച രണ്ട് ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ പുതുതായി റിലീസ് ചെയ്യുന്നത്. ഒന്ന് വള, മറ്റൊന്ന് ജിത്തു ജോസഫിന്റെ മിറാഷ് എന്ന ചിത്രം. ഈ രണ്ട് ചിത്രങ്ങളും എത്തുന്നതോടുകൂടി നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലോക എന്ന സിനിമയുടെ ബുക്കിങ്ങും, അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ വെള്ളിയാഴ്ച ബുക്കിങ്ങും, അതുപോലെ തന്നെ വള, മിറാഷ് എന്നീ രണ്ട് പുതിയ ചിത്രങ്ങളുടെ ബുക്കിങ്ങും എത്തരത്തിലാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി മാന്യ പ്രേക്ഷകർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച ബോക്സ് ഓഫീസിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള അഡ്വാൻസ് ബുക്കിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വെള്ളിയാഴ്ച മാത്രം മിറാഷ് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 35 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ഇത് ആദ്യ ദിവസത്തെ കളക്ഷനാണ്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ പ്രകടനം അനുസരിച്ച് പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഈ കളക്ഷന്റെ 4 ഇരട്ടിയാകും കളക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളും പുതിയ റിലീസായ ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിനങ്ങളാണ്. മിറാഷ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫ് ആണ് എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല, വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിക്കുന്ന ആസിഫ് അലിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ ഒന്നിനെ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അപർണ ബാലമുരളിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും നാളത്തെ ദിവസം എന്ത് രീതിയിലായിരിക്കും ഇതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അടുത്ത ദിവസത്തെ ബുക്കിംഗ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സിനിമയ്ക്ക് 35 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ബുക്കിംഗ് സ്റ്റാറ്റസിലൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അടുത്തത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന വള എന്ന ചിത്രത്തെ കുറിച്ചാണ്. ലുക്കുമാൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എത്തുന്ന വള എന്ന സിനിമ വെള്ളിയാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിംഗിൽ ഇതുവരെ നേടിയത് 4,80,000 രൂപയാണ്. ഒരു പുതിയ ചിത്രമാണ്. വലിയ രീതിയിലുള്ള സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ബുക്കിംഗ് എന്ന് പറയുന്നത് വളരെ താഴെ പോയിരിക്കുകയാണ്. ഏകദേശം നല്ല സിനിമ എന്ന് പേരെടുക്കാനായാൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ ബുക്കിംഗ് വർദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ നാളത്തെ ആദ്യ ഷോ കഴിഞ്ഞുള്ള ആദ്യ റിവ്യൂകളൊക്കെ വളരെ നിർണായകവുമാണ്. അടുത്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രത്തിന് 19-ാം തീയതി വെള്ളിയാഴ്ച ലഭിച്ചിട്ടുള്ള അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 52 ലക്ഷം രൂപയാണ്. തിയേറ്ററിൽ 21 ദിവസം പൂർത്തിയാക്കിയ ഈ ചിത്രം 22-23 ദിവസങ്ങളിലാണ് 50 ലക്ഷം രൂപ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം നേടി എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ടോട്ടൽ കളക്ഷൻ വരുമ്പോൾ ഒരു പക്ഷേ ഈ തുക 1 കോടിയോ 2 കോടിയോ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 22 ദിവസങ്ങളിലായി കേരള ബോക്സ് ഓഫീസിൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ലോക എന്ന ചിത്രം ഇപ്പോഴും അതിന്റെ തിയേറ്റർ പെർഫോമൻസിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഈ കളക്ഷൻ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന് 19-ാം തീയതി വെള്ളിയാഴ്ചയുള്ള അഡ്വാൻസ് ബുക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രത്തിന് വെള്ളിയാഴ്ച തിയേറ്ററിൽ ഇതുവരെ നേടിയ അഡ്വാൻസ് ബുക്കിംഗ് വളരെ കുറവാണ്. ഏതാണ്ട് 9,60,000 രൂപ. ലോകയെ പോലെ തന്നെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ എത്തിയിട്ട് ഏതാണ്ട് 21-22 ദിവസങ്ങളായി. 22 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചിത്രത്തിന് ഏതാണ്ട് 10 ലക്ഷം രൂപ അഡ്വാൻസ് ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഈ ഒരു സ്റ്റാറ്റസ് നിരാശാജനകമാണെങ്കിലും ഈ ഒരു സ്റ്റാറ്റസ് ഉള്ളത് 22-ാം ദിവസമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. താരതമ്യേന പുതിയ പടമായ വള എന്ന ചിത്രം ഈ ചിത്രത്തിന്റെ പകുതി കളക്ഷനേ ഉള്ളൂ, അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനേ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഹൃദയപൂർവ്വം എത്രത്തോളം തിയേറ്ററിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് വ്യക്തമാണ്. 22 ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഹൃദയപൂർവ്വം പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസ് ആണ് ഏറ്റെടുത്തത്. അതിന്റെ ഒരു സ്റ്റെബിലിറ്റി, അതിന്റെ തിയേറ്റർ പെർഫോമൻസും നമ്മൾ കണ്ടതാണ്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ലോക എന്ന ചിത്രം വെള്ളിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 50 ലക്ഷം രൂപയും, മിറാഷ് എന്ന പുതിയ ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 35 ലക്ഷം രൂപയും, ഹൃദയപൂർവ്വം എന്ന ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഏതാണ്ട് 10 ലക്ഷം രൂപയും, വള എന്ന പുതിയ ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഏതാണ്ട് 4.8 ലക്ഷം രൂപയും ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ലോക ഇപ്പോഴും മലയാള സിനിമയിൽ
ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ എല്ലാ റെക്കോർഡുകളും തകർത്തിരിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യം. ഒരു പക്ഷേ അത് ഉടനെ തന്നെ സംഭവിക്കുമെന്നാണ് ഇപ്പോഴുള്ള പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെ റെക്കോർഡ് കളക്ഷന്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായാലും വള, മിറാഷ് എന്നീ 2 ചിത്രങ്ങൾക്കും സൺഡേ സാറ്റർഡേ വളരെ നിർണായകമാണ്. കാരണം ആ ദിവസങ്ങളോടെ ഏകദേശം ഡിസൈഡിംഗ് ഫാക്ടർ എന്നൊരു യാഥാർത്ഥ്യം പുറത്തു വരികയും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സിനിമയാണ് ഇനി കാണാൻ പ്രിഫർ ചെയ്യുന്നത് എന്നുകൂടി ദയവായി കമന്റ് ചെയ്യുക. കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങളും മലയാളം സിനിമാ വിവരങ്ങളുമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏതായാലും തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.